ഉറക്കക്കുറവ് മൂലമുണ്ടാവുന്ന ഡിസോർഡേഴ്സ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഉറക്കം കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊരു ഡിസോർഡർ ആകുമ്പം ഏതൊക്കെ രീതിയിൽ നമ്മളെ ബാധിക്കും എന്ന് നോക്കാം. ഹലോ, എൻ്റെ പേര് ഹിബ. ഞാൻ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. നാർക്കോലെപ്സി എന്ന് പറയുന്നത് ഒരു ഹൈപ്പർസോംനിക് ഡിസോർഡർ ആണ്. അതായത് സാധാരണയിൽ കൂടുതലായിട്ട് ഉറങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ്. സാധാരണയായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പ് ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ആള് രാത്രി നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ പെട്ടെന്നൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ ഉറങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ്. സഡൻ സ്ലീപ്പ് അറ്റാക്ക് എന്നും നമ്മൾ ഇതിനെ പറയാറുണ്ട്. ചില ആൾക്കാർ ബസ്സിൽ പോകുന്ന സമയത്ത് ഉറങ്ങിപ്പോവാറുണ്ട്. ചിലപ്പോൾ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ഉറങ്ങിപ്പോവാറുണ്ട്. ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോവാറുണ്ട്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നാലും ആ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മൾ അൺകോൺഷ്യസ് ആയി പോകുന്നൊരവസ്ഥ, സ്ലീപ്പിലേക്ക് തെന്നി വീണിട്ട് നമുക്ക് സറൗണ്ടിങ്സിലുള്ളതൊന്നും അവെയർ ആവാതെ പെട്ടെന്ന് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യും. ആ ഒരു അവസ്ഥയാണ് നാർക്കോലെപ്സി എന്ന് പറയുന്നത്. നാർക്കോലെപ്സി ഒരു ഡിസോർഡർ ആയിട്ട് പറയുമ്പം 1-2 ദിവസങ്ങളിൽ മാത്രമല്ല ആ ഒരു വ്യക്തി ഇത്തരത്തിൽ സ്ലീപ്പ് അറ്റാക്ക് നേരിടേണ്ടി വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് തവണയായിട്ട് ഇത്തരം ബുദ്ധിമുട്ട് ആൾക്ക് വരുന്നുണ്ടെങ്കിൽ, അത് ആളുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു ഡിസോർഡർ എന്ന് പറയുന്നത്. ആൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കുകയാണ്, പെട്ടെന്ന് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആൾ പെട്ടെന്ന് ഉറങ്ങിപ്പോവുക. നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് അവിടെ സ്റ്റോപ്പായി അവിടെ ഉറങ്ങിപ്പോവുക. അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സമയത്തൊക്കെ ആയിരിക്കും ആൾ ഉറങ്ങിപ്പോകുന്നുണ്ടായിരിക്കാം. ഇത് കാരണമായിട്ട് ആളുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ആൾക്ക് നേരിടേണ്ടി വരുന്നുണ്ടായിരിക്കും. ജോബ് എൻവയോൺമെൻറ്റിൽ, അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒക്കെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് ആൾക്ക് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇത് കാരണമായിട്ട് പല സമയങ്ങളിൽ ആൾക്ക് പല സെൻസറി ഡിസ്ട്രോഷൻസും വരുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പല ഹാലൂസിനേഷൻസ് പോലെയുള്ള ഈ ഉറങ്ങുന്ന സമയത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ഈ ഫാൾസ് ആയിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് ആൾക്ക് വരുന്നൊരു അവസ്ഥയിലേക്കും ആൾ ചിലപ്പം എത്തിപ്പോവാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ആൾ പെട്ടെന്ന് ഞെട്ടി എണീക്കും. അപ്പം ഉറക്കത്തിൽ നിന്ന് ആൾ അവേക്ക് ആവുകയും ചെയ്യും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാലോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു രീതിയിൽ വരുന്ന സമയത്താണ് അതൊരു സ്ലീപ്പ് ഡിസോർഡർ ആണ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. പല കാരണം കൊണ്ട് ഈ ഒരു നാർക്കോലെപ്സി സംഭവിക്കാറുണ്ട്. നാർക്കോലെപ്സി സംഭവിക്കുന്ന സമയത്ത് സ്ലീപ്പ് പാരാലിസിസ് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. മസിൽസ് ഒക്കെ പാരലൈസ്ഡ് ആയിട്ട് ഒരുപാട് വിവിഡായിട്ടുള്ള ഓരോ ഇമേജസ് അല്ലെങ്കിൽ വിഷ്വൽസ് ഒക്കെ കാണുന്നതിനെയാണ് നമ്മൾ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. തികച്ചും ഫാൾസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആയിരിക്കും, നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും പലപ്പോഴും നമ്മൾ സ്ലീപ്പ് പാരാലിസിസ് കാണുന്ന വിഷ്വൽസ് ഉണ്ടായിരിക്കുക. പക്ഷേ നമുക്ക് മൂവ് ചെയ്യാനോ സൗണ്ട് ഉണ്ടാക്കാനോ പറ്റാതെ നമ്മൾ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. അതേപോലെ കാറ്റോപ്ലെക്സി എന്ന് പറയുന്ന ഒരവസ്ഥ, മുഖത്തുള്ള അല്ലെങ്കിൽ നെക്കിലുള്ള മസിൽസിൻ്റെ കൺട്രോളൊക്കെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നത്, നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുക എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് എത്താനും ഈ ഒരു നാർക്കോലെപ്സി കാരണമാവാറുണ്ട്. ഉറക്കത്തിൽ നമ്മളെല്ലാവരും സ്വപ്നം കാണാറില്ലേ? അങ്ങനെ പേടിപ്പെടുത്തുന്ന, ഞെട്ടി എഴുന്നേൽപ്പിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ, നമ്മുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ആക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ, അതിനെയാണ് നമ്മൾ നൈറ്റ് മെയർസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് പലരുടെ ലൈഫിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുക, ഇത് കാരണമായിട്ട് പ്രോപ്പറായിട്ട് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതിരിക്കുക, അത് കാരണമായിട്ട് ആളുടെ ഡെയിലി ലൈഫിൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുക എന്നുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു ഡിസോർഡർ എന്നൊരു രീതിയിലേക്ക് എത്തുന്നത്. കുട്ടികളിലും അതേപോലെ അഡോളസൻസിലുമാണ് കൂടുതലായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നത്. പല കാരണങ്ങൾ കൊണ്ട് നൈറ്റ് മെയർസ് സംഭവിക്കാറുണ്ട്. നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പ്രേതകഥകൾ, ഡ്രാക്കുള പോലുള്ള ആനിമേറ്റഡ് വീഡിയോസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീരീസ് അല്ലെങ്കിൽ മൂവീസിൽ കാണുന്ന പല കാര്യങ്ങളുമൊക്കെ അവരുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യുകയും അത് ഈ ഉറക്കത്തിൽ അവരെ പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഈ ഒരു നൈറ്റ് മെയർസ് സംഭവിക്കാറുള്ളത്. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അവരെ ഉറക്കത്തിന് നല്ല രീതിയിൽ അത് ഡിസ്റ്റർബ് ചെയ്യാനും ചാൻസ് ഉണ്ട്.
REM സ്ലീപ്പിലാണ് ഇത് കൂടുതലായിട്ടും സംഭവിക്കാറുള്ളത്. ഡ്രീംസ് കാണുന്നത് കൂടുതലായിട്ടും REM സ്ലീപ്പിലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നൈറ്റ് മെയർസ് കൂടുതലായിട്ടും REM സ്ലീപ്പിൽ തന്നെയാണ് സംഭവിക്കാറുള്ളത്. നൈറ്റ് മെയർസ് പോലെയുള്ള വേറൊരു കണ്ടീഷനാണ് നൈറ്റ് ടെറേഴ്സ്. നൈറ്റ് മെയർസ് കൂടുതലായിട്ടും REM സ്ലീപ്പിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നൈറ്റ് ടെറേഴ്സ് REM സ്ലീപ്പിലാണ് കാണുന്നത്. അതായത് സ്ലീപ്പിൽ ഡ്രീം അല്ല, പക്ഷെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കുറച്ച് ഇമേജസ് അല്ലെങ്കിൽ വിവിഡായിട്ടുള്ള പെട്ടെന്ന് 1-2 സെക്കൻഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ എന്താണ് കണ്ടത് എന്നോ എന്താണ് പേടിക്കാനുള്ള കാരണമെന്നോ ചിലപ്പോൾ ആൾക്ക് ഓർമ്മയുണ്ടാവില്ല. REMലുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഓർത്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ REMലുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഓർത്തെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ ഞെട്ടി എഴുന്നേറ്റാലും എന്ത് കാരണമാണ് ഞെട്ടി എഴുന്നേറ്റത് എന്ന് ഓർത്തെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. ചില സമയത്തുണ്ടാകുന്ന ഭീകരമായിട്ടുള്ള രൂപങ്ങളോ ശബ്ദങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജസോ കാരണമായിരിക്കും ആൾ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ടായിരിക്കുക. ഇതും കൂടുതലായിട്ടും കുട്ടികളിലും ലേറ്റർ ചൈൽഡ്ഹുഡിലും ഒക്കെയാണ് കാണാറുള്ളത്. പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു നൈറ്റ് ടെറേഴ്സും കാണാറുണ്ട്. നൈറ്റ് മെയർസും നൈറ്റ് ടെറേഴ്സും ഒക്കെ പല സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ ആൻസൈറ്റിയോ പോലെയുള്ള കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിലും ഇത്തരം വ്യക്തികൾക്കും ഈ ഒരു രീതിയിലുള്ള സ്ലീപ്പ് ഡിസോർഡേഴ്സും സ്ലീപ്പ് ഡിസ്റ്റർബൻസസും കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു സ്ലീപ്പ് ടെറേഴ്സും സ്ലീപ്പ് മെയർസും ഒക്കെ നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഡിസോർഡർ ആണ് എന്ന് നമുക്ക് പറയാം. സ്ലീപ്പിൽ ഉണ്ടാവുന്ന അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ഒരുപാട് ഡിഫിക്കൽട്ടീസും ഡിസോർഡേഴ്സും ഒക്കെ സ്ലീപ്പിൽ ഉണ്ടാവാറുണ്ട്. കൂടുതലായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്